പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനത്തിൽ മത്തായി, ലൂക്ക സുവിശേഷകർ വിവരിക്കുന്ന ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥന 6-ാം അധ്യായത്തിൽ 9 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സഭ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. കാരണം ലൂക്കാ സുവിശേഷത്തിലെ പ്രാർത്ഥനയിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുതന്നെ ആയാലും ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന മനുഷ്യ സമൂഹത്തിന് കിട്ടിയ ഒരു അമൂല്യ നിധിയാണ്. സെമറ്റിക് ഭാഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കാവ്യങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന താളനിബന്ധനകൾ നിറഞ്ഞ ഛന്ദസ്സിനോട് സാമ്യമുള്ള പദവിന്യാസമാണ് ഓരോ വരികളിലും കാണുന്നത് എന്നാണ്. ആദ്യമേ ഒരു അഭിസംബോധനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. തൻ്റെ മക്കളാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എന്ന ഒരു സൂചന ഇത് നൽകുന്നു. പിന്നീട് വരികളിൽ 6 അഭ്യർത്ഥനകളാണ്. അങ്ങയുടെ രാജ്യം വരയണമേ. ആദ്യത്തെ അർത്ഥന അതാണ്. മനുഷ്യരായ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സ്ഥാപിതമായാൽ, അതായത് ദൈവരാജ്യം സ്ഥാപിതമായാൽ എല്ലാമായി. ഞങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതിയാവില്ലല്ലോ. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. സ്വർഗോന്മകരായാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രത്യാശയുടെ ചിറകിലാണ് ഞങ്ങൾ പ്രയാണം ചെയ്യുന്നത്. എങ്കിലും യുദ്ധം, അനീതി, അസമത്വം, പാപം എന്നീ ദുരന്തങ്ങളുടെ നടുവിൽ കഴിയുന്ന ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിൻ്റെ ഇഷ്ടം ഇവിടെ ഈ ഭൂമിയിലും സംജാതമാകുവാൻ. അടുത്ത അഭ്യർത്ഥന അപ്പത്തിന് വേണ്ടിയുള്ള ആവശ്യപ്പെടലാണ്. അന്നു വേണ്ട ആഹാരം. മുഴുവൻ സമൂഹത്തിനും വേണ്ടിയുള്ള ഭൗതിക ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യാചനയാണിത്. അടുത്തത് പാപപരിഹാരം നടത്തുന്ന പ്രാർത്ഥനാ വരിയാണ്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. അവസാനമായി പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാനും തിന്മയുടെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷിക്കാനുമായി യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചത് യേശുവാണ്. പഴയ നിയമഗ്രന്ഥങ്ങളിൽ ഒരിടത്തും പിതാവായ ദൈവത്തോട് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം മക്കൾക്കൊത്ത സ്നേഹത്തോടെ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുന്നതായി നാം കാണുന്നില്ല. എന്നാൽ യേശു ലൂക്കാ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ പറയും പോലെ, നിങ്ങൾ പിതാവിനോട് ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. പിതാവിനോട് ചേർന്ന് അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. ആ വാതിൽ മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമുക്ക് നിരന്തരം ഉരുവിടാം. കുരുക്കഴിക്കാനും കുഴിയിൽപ്പെടാതിരിക്കാനും ആ പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.